മലയാള സിനിമാ മേഖലയിൽ കോളിളക്കം സൃഷ്ടിച്ച ലൈംഗിക പീഡന പരാതികൾ പുറത്തുവന്നത് ഒരു മാസം മുൻപാണ്. മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ, ഇടവേള ബാബു, സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങി നിവിൻ പോളി വരെയും പ്രതിപ്പട്ടികയിൽ വന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇവരിൽ പലർക്കെതിരെയും ബലാത്സംഗ കുറ്റവും ചുമത്തി. വെള്ളിത്തിരയിലെ നായകന്മാർ മുതൽ പ്രതിനായകന്മാർ വരെയും വില്ലൻ വേഷത്തിലെത്തിയിട്ടും പോലീസ് ഇതുവരെയും അവരെയൊക്കെ സംരക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ സിനിമയിലെ ബലാത്സംഗ കേസിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. മുകേഷിനെ അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യത്തിൽ വിട്ടയച്ചു. ഇനിയുള്ള നീക്കം സിദ്ദിഖിനെതിരെയാണ്. 2 വീടുകളിലും ബന്ധുവീടുകളിലും ഹോട്ടലുകളിലും ഉൾപ്പെടെ പോലീസ് തിരഞ്ഞെങ്കിലും നടനെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് നടൻ സിദ്ദിഖിനെതിരെയാണ്. കഴിഞ്ഞ മാസം 27-ന് 8 വർഷം മുൻപ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് നീങ്ങാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടിവന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സിദ്ദിഖിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം നീക്കം തുടങ്ങിയത്. എന്നാൽ സിദ്ദിഖിൽ ഒളിവിലെന്നാണ് സൂചന. കൊച്ചിയിലെ 2 വീട്ടിലും നടനില്ല. ബന്ധുവീടുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നുമില്ല. അതിനിടെ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുണ്ട്. ഹൈക്കോടതി സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളുക മാത്രമല്ല ചെയ്തത്, നിശിതമായ വിമർശനവും സിദ്ദിഖിന് ഹൈക്കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് അതിജീവിതയ്ക്കെതിരെ അല്ലെങ്കിൽ പരാതിക്കാരിക്കെതിരെ ഉന്നയിച്ച ചില ആക്ഷേപങ്ങൾ, ഇത് സംബന്ധിയായ കാര്യങ്ങളിലാണ് വലിയ രീതിയിലുള്ളൊരു വിമർശനം സിദ്ദിഖിന് കേൾക്കേണ്ടി വന്നത്. ഈ പരാതിക്കാരിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ പ്രധാനമായും തന്നെ ഇവർ പരാതി നൽകാൻ വൈകി. അതോടൊപ്പം തന്നെ ആദ്യഘട്ടം പറഞ്ഞ ഇത് വർഷങ്ങൾക്ക് മുൻപേ ഉന്നയിച്ചതാണ്. അന്ന് ബലാത്സംഗം സംബന്ധിയായ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. പിന്നീട് ഇപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. തന്നെ മനഃപൂർവ്വമായി ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പരാതി ഉയർത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സിദ്ദിഖിന്റെ അഭിഭാഷകർക്ക് സിദ്ദിഖിന് വേണ്ടി ഈ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതിനൊപ്പം തന്നെ ഇത്തരം വാദങ്ങളെയും ഖണ്ഡിച്ചു. പ്രധാനമായും തന്നെ പറയുന്നത് സിദ്ദിഖിന് ഈ കേസിൽ കൃത്യമായ രീതിയിലുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതോടൊപ്പം തന്നെ സിദ്ദിഖ് പറഞ്ഞ കാര്യങ്ങളിൽ ഈ നടി ഇപ്പോൾ ഈ പരാതി ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ഘട്ടത്തിൽ അവർ ഈ പരാതി നൽകാൻ വൈകിയത് അതൊരു വലിയ കുറ്റമായോ കുറവായോ കാണേണ്ടതില്ല. ഏത് ഘട്ടത്തിലായാലും ഏത് സമയത്തായാലും ഇത്തരം പരാതികൾ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യേണ്ടതില്ല. അവരെ പൊതുസമൂഹത്തിൽ അപഹസിക്കുന്ന രീതിയിലേക്ക്, അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കരുത് എന്നതടക്കം കോടതി പറയുകയുണ്ട്. അതുകൊണ്ട് ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് തന്നെയാണ് ഇതിൽ പറയേണ്ടത്. ഇതിൽ പരാതി പറയാൻ വൈകി എന്നത് ഒരിക്കലും ഒരു കുറവായോ കുഴപ്പമായോ കാണേണ്ടതില്ല. ഒരു ലൈംഗിക പീഡന പരാതി സംബന്ധിയായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പരാതിക്കാരിയെ അപഹസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചിത്രീകരിക്കരുത് എന്ന കർശനമായ ഒരു താക്കീതിന്റെ സ്വരത്തിൽ തന്നെയാണ് കോടതി ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തത്. സിദ്ദിഖിന് ഈ കാര്യത്തിൽ ഗൗരവതരമായൊരു പങ്കുണ്ട് എന്നത് കോടതിയുടെ ഒരു വലിയ നിരീക്ഷണമായി തന്നെയാണ് കണക്കിലെടുക്കുന്നത്. അതുകൊണ്ട് സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്തു തന്നെ ചോദ്യം ചെയ്യണമെന്നത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരു നിലപാടായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ കോടതി ഉത്തരവ് വന്ന ഘട്ടത്തിൽ തന്നെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ തുടങ്ങി, അത്തരത്തിലുള്ളൊരു നിർദ്ദേശം കോടതിയുടെ
ഈ ഉത്തരവിൻ്റെ കോടതി പരാമർശങ്ങളുടെ ഭാഗമായിട്ട് തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നു. സിദ്ദിഖ് ഈ ഉത്തരവ് വന്നതിന് ശേഷം പിന്നീട് സിദ്ദിഖിനെ സംബന്ധിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭ്യമായില്ല എന്നതാണ് വസ്തുത. സിദ്ദിഖിൻ്റെ മൊബൈൽ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. സിദ്ദിഖിൻ്റെ 2 വീടുകൾ കാക്കനാടെയും അതോടൊപ്പം തന്നെ ആലുവയിലെ കരുമാലൂരിലുള്ള വീടുകൾ രണ്ടും പൂട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. ഇവിടെയൊന്നും ആരെയും തന്നെ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. പിന്നീട് നഗരത്തിലെ പല ഹോട്ടലുകൾ, നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുള്ള ഹോട്ടലുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പരിശോധനകളടക്കം നടത്തുകയും ചെയ്തു. ഇതിനിടെ നെടുമ്പാശ്ശേരിയിലടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, അവിടെ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും നിരീക്ഷണമുണ്ടായിരുന്നു. ലുക്കൌട്ട് സർക്കുലർ സിദ്ദിഖിന് വേണ്ടി നേരത്തെ തന്നെ പുറപ്പെടുവിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിമാനത്താവളം വഴിയോ മറ്റോ ഒരു നീക്കം ഒരിക്കലും സിദ്ദിഖിന് സാധ്യമല്ല. സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി അത്തരം പരിഗണനയിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ കൂടി കുറച്ച് കാലതാമസം സിദ്ദിഖിന് അനുകൂലമായി ലഭിക്കും എന്ന ഒരു വിലയിരുത്തലുണ്ട്. ചില കേസുകളിൽ അങ്ങനെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഒരു ജാമ്യാപേക്ഷ വരികയാണെങ്കിൽ അതിൽ തീർപ്പാക്കുന്നത് വരെയും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാതെ കാത്തിരിക്കുന്ന ഒരു രീതി ചില സമയങ്ങളിലെല്ലാം തന്നെ അവലംബിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം ശ്രമിച്ചത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ തന്നെയും ഈ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ അവർ ഉയർത്തിയിരുന്നു. താൻ നൽകിയ വിവരങ്ങൾ, ഇത് സംബന്ധിയായി നൽകിയ കാര്യങ്ങൾ, മൊഴികൾ, അതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്കടക്കം ലഭിക്കുന്നു. ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ് എന്നതടക്കം അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെയാണ് ഇതിൽ സിദ്ദിഖിന് സഹായകരമാകുന്ന ഒരു നിലപാടിലേക്ക് അന്വേഷണ സംഘം പോകുന്നുണ്ടോ എന്ന സംശയവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് DGPക്ക് അടക്കം പരാതി നൽകുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇത് ഇങ്ങനെയൊരു വിമർശനം ഉയർന്നത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ആ നിമിഷം മുതൽ സിദ്ദിഖിന് വേണ്ടി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം വലിയ രീതിയിൽ നീക്കം ആരംഭിച്ചത്. പക്ഷേ അപ്പോഴും വിമർശനം ഉയരുന്നു. ഇങ്ങനെ ഒരു നീക്കം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു തിരിച്ചടി സിദ്ദിഖിനുണ്ടായാൽ എന്തുകൊണ്ടാണ് സിദ്ദിഖ് എവിടെയെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മുൻകൂറായിട്ട് അങ്ങനെ ഒരു കരുതൽ സ്വഭാവം അന്വേഷണ സംഘത്തിന് ഇല്ലാതെ പോയതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഏതായാലും സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. സിദ്ദിഖിന് ഗൗരവതരമായ പങ്കുണ്ട് എന്ന കോടതിയുടെ നിരീക്ഷണം ഈ കേസിൽ വളരെ നിർണായകമാകും. സിനിമയിലും ഭരണകക്ഷിയിലും വലിയ സ്വാധീനം. ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും പാർട്ടിയും സർക്കാരും മുകേഷിനെ സംരക്ഷിച്ചത് 4 ആഴ്ചയോളമാണ്. ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയാണ് നടനും കൊല്ലം MLAയുമായ മുകേഷിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. എറണാകുളം സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യം ഉള്ളതിനാലാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മുകേഷിനെ വിട്ടയച്ചത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ മുകേഷ് ഉൾപ്പെടെ 7 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. രാവിലെ 10:15 നടനും MLAയുമായ M. മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ലൈംഗിക അതിക്രമ കേസിൽ ചോദ്യം ചെയ്തു തുടങ്ങിയത്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രത്യേക അന്വേഷണ സംഘം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ മുകേഷിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. കൊച്ചി തീരദേശ പോലീസ് ആസ്ഥാനത്തായിരുന്നു AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മുകേഷിനെ ചോദ്യം ചെയ്തത്. തെളിവുകൾ ശക്തമായതിനാൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകൾ നേരത്തെ വന്നിരുന്നു. അഭിഭാഷകനൊപ്പമാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. മരട് പോലീസാണ് നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെയായിരുന്നു നടി ആരോപണം ഉന്നയിച്ചത്. പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയതിനെ തുടർന്നാണ് മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പരാതിക്കാരിയായ നടി പ്രതികരിച്ചു. എനിക്ക് സർക്കാരിനോടും SITയോടും വളരെയധികം ആത്മാർത്ഥമായിട്ട് ഈ ഒരു നിമിഷത്തിൽ നന്ദി പറയുന്നു. കാരണം
ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഏത് കൊമ്പനായാലും ശരി ഞങ്ങൾ അവർക്കത് നടപടിയെടുക്കും എന്നുള്ള ആ വാക്ക് അവർ പാലിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിൽ വലിയൊരു ശുദ്ധികലാശം തന്നെ നടന്നിരിക്കുന്നു. കാരണം MLA പോലുള്ള ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിലെ ഓരോരുത്തരും വിചാരിക്കും നാളെ നമ്മുടെ ഗതിയും ഇങ്ങനെ തന്നെയാകുന്നു. അതുകൊണ്ട് ഇനി തൊട്ട് പെൺകുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമയിൽ നിന്നല്ല ഏത് ഫീൽഡിലായാലും അവർക്ക് ജോലി ചെയ്യാൻ കഴിയും. ഇനി നമ്മുടെ കേരളത്തില് ഇതുപോലത്തെ പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിൽ വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്ന ഒരു ഗുണ്ടായിസം തന്നെ മാറിക്കിട്ടി. കാരണം ഏറ്റവും വലിയ തലവന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരളം ഫ്രീ ആയി. അതുപോലെ തന്നെ യഥാർത്ഥ കലാകാരികൾക്കും കലാകാരന്മാർക്കും സിനിമയിൽ വളരെ സ്വതന്ത്രമായിട്ട് കടന്നു വരാൻ ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെനിക്ക് പറയാനുള്ളൂ. നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ IPC 354 പ്രകാരമാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ആലുവ സ്വദേശിനിയായ നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താകും? ഈ കേസിൽ പ്രതിപട്ടികയിലുള്ള ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ തുടങ്ങിയവരെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായേക്കും. നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇവർക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അറസ്റ്റിന് തടസ്സമില്ല. മറ്റ് നടന്മാർക്കെതിരായ കേസിലും അറസ്റ്റിന് സാധ്യതയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിൽ പുറത്തുവന്ന ലൈംഗികാതിക്രമ പീഡന പരാതികളിൽ മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, നിവിൻ പോളി, ബാബുരാജ, സുധീഷ്, സംവിധായകരായ രഞ്ജിത്ത്, VK പ്രകാശ് ഉൾപ്പെടെ പല പ്രമുഖരും പ്രതിപട്ടികയിലുണ്ട്. ഇതിൽ ആദ്യത്തെ അറസ്റ്റാണ് മുകേഷിന്റേത്. ആലുവ സ്വദേശിനിയായ നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുകേഷിനെ കൂടാതെ മറ്റ് 6 പ്രതികൾ കൂടിയുണ്ട്. ഓഗസ്റ്റ് 28-നാണ് ഇവർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തത്. പീഡനക്കുറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ഇനി മറ്റ് പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടികളും ഉണ്ടാകും. പ്രതികൾക്കെല്ലാം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാനാണ് സാധ്യത. നടിയുടെ പീഡനാരോപണത്തിൽ നടൻ ജയസൂര്യയുടെ ഹർജിയും ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നത് കണക്കിലെടുത്താണ് കേസ് തീർപ്പാക്കിയത്. നിലവിൽ 2 പീഡന കേസുകളാണ് ജയസൂര്യക്കെതിരെയുള്ളത്. നടൻ ബാബുരാജിനെതിരായ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. ബംഗാളി നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. യുവാവിനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് കസബ പോലീസ് എടുത്ത കേസ് ബംഗളൂരു പോലീസിന് കൈമാറിയിരിക്കുകയാണ്. കുറ്റകൃത്യം നടന്ന സ്ഥലം ബംഗളൂരുവിലെ ഹോട്ടലായതിനാലാണ് ഇത്. ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ പീഡിപ്പിച്ചുവെന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ ഹൈദരാബാദ് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നതിനാൽ കേരളത്തിൽ ഇനി നടപടിയെടുക്കില്ല. നിവിൻ പോളിക്കെതിരായ കേസിൽ തിടുക്കപ്പെട്ട് നടപടികൾ ഉണ്ടായേക്കില്ല. തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്കും മറ്റു നടപടികളിലേക്കും പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. റൈസ് പുള്ളർ തട്ടിപ്പിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒട്ടേറെ പേർ ചതിയിൽപ്പെട്ട സംഭവമാണിത്. തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിന് പിന്നാലെ ഈ തട്ടിപ്പ് വീണ്ടും ചർച്ചയാവുകയാണ്. റൈസ് പുള്ളർ ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് കോയമ്പത്തൂർ സ്വദേശി അരുണിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. കാറിലെത്തിയ സംഘം മർദ്ദിച്ച് അവശനാക്കി പിന്നീട് ആംബുലൻസ് വിളിച്ചു വരുത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു. ആശുപത്രിയിലെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു. കേസിൽ കണ്ണൂരിലെ ഐസ് ഫാക്ടറി ഉടമയും 3 സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ഒരാളെ വാഹനമിടിച്ചെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർക്ക് ഫോൺ കോൾ വന്നത്.
അപകട സ്ഥലത്തെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന കാറിൽ 4 പേരുണ്ടായിരുന്നുവെന്നാണ് ഡ്രൈവർ പോലീസ് നൽകിയ മൊഴി. യുവാവിന്റെ ശരീരം റോഡിൽ കിടക്കുകയായിരുന്നു. വണ്ടി തട്ടിയെന്നും ഉടൻ ആശുപത്രിയിലെത്തിക്കാനും സംഘം ആവശ്യപ്പെട്ടു. കൂടെ വരാൻ ആംബുലൻസ് ഡ്രൈവർ ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നാലെ കാറിൽ വരാമെന്ന് പറഞ്ഞ സംഘം ഇടയ്ക്ക് മുങ്ങി. ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ച യുവാവിന് ജീവനുണ്ടായിരുന്നില്ലെന്ന് പരിശോധിച്ച ഡോക്ടർമാർ വ്യക്തമാക്കി. ഇയാളുടെ ദേഹത്തുടനീളം മർദ്ദനത്തിന്റെ പാടുകളുണ്ടായിരുന്നു. മൂക്കിന്റെ പാലം പൊട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോയമ്പത്തൂർ സ്വദേശി 40-കാരനായ അരുണാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായത്. അരുണിന്റെ സുഹൃത്ത് ശശാങ്കനെയും മർദ്ദനമേറ്റ നിലയിൽ പിന്നീട് പോലീസ് കണ്ടെത്തി. ശശാങ്കനാണ് മർദ്ദന വിവരം പോലീസിനോട് പറഞ്ഞത്. കണ്ണൂരിലെ ഐസ് ഫാക്ടറി ഉടമ സാദിഖ് റൈസ് പുള്ളറിനായി 10 ലക്ഷം രൂപ അരുണിന് നൽകിയിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം മടക്കി നൽകിയില്ല. 2 ദിവസം മുൻപ് അരുണിനെയും സുഹൃത്ത് ശശാങ്കനെയും സാദിഖ് തൃശൂരിലേക്ക് വിളിച്ചു വരുത്തി. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയുടെ അടുത്തെത്തിയ അരുണിനെയും സുഹൃത്തിനെയും ആളൊഴിഞ്ഞ എസ്റ്റേറ്റിലെത്തിച്ച് ബന്ദികളാക്കി ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ അരുൺ കൊല്ലപ്പെട്ടു. മൃതദേഹം കാറിലാക്കി കയ്പമംഗലം ഭാഗത്തെത്തിച്ച ശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും ശശാങ്കൻ പോലീസിനെ അറിയിച്ചു. ശശാങ്കനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സാദിഖിനും കൂട്ടാളികൾക്കും വേണ്ടി വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇറിഡിയം കോപ്പർ എന്ന ലോഹം കൊണ്ട് നിർമ്മിക്കുന്ന റൈസ് പുള്ളറിന്റെ പേരിൽ മുൻപും തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് മദ്യശാലകളിലും മദ്യക്കുപ്പികളിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ആരോഗ്യത്തിന് മാത്രമല്ല, ജീവന് തന്നെ ഹാനികരമെന്ന് എഴുതി വെക്കേണ്ടി വരും. മദ്യശാലകളിലും ബെവറേജിന് മുന്നിലും ഉണ്ടാകുന്ന തർക്കങ്ങൾ പലപ്പോഴും കൊലപാതകത്തിലാണ് കലാശിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിലെ ബെവറേജിന് മുന്നിൽ നടന്ന അടിപിടിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ആ കേസിൽ 2 പേരെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടെ ഷംസുദ്ദീനെ പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. പെരുമ്പാവൂർ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ വെച്ച കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30-നാണ് 3-അംഗ സംഘം വാക്കുതർക്കത്തിലേർപ്പെട്ടത്. അത് പിന്നീട് അടിപിടിയിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. പെരുമ്പാവൂർ സ്വദേശിയായ അജിംസ, ബാവ എന്നിവർ ചേർന്ന് മർദ്ദിച്ച മുടിക്കൽ സ്വദേശി ഷംസുദ്ദീൻ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. പരിസരത്ത് നിന്ന് ലഭിച്ച ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച അജിംസ് ഷംസുദ്ദീനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഷംസുദ്ദീനെ പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതുകൂടാതെ കൈകൊണ്ട് മുഖത്തിടിക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ കൈകാലുകൾക്കും വാരിയലിനും പരിക്കേറ്റ ഷംസുദ്ദീനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് മൊഴിയെടുക്കാനായി ശ്രമിച്ചപ്പോൾ വാർക്കയുടെ മുകളിൽ നിന്ന് വീണതാണെന്നാണ് ഷംസുദ്ദീൻ പറഞ്ഞത്. എന്നാൽ പ്രദേശവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. പ്രതികളെ പെരുമ്പാവൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികൾ അടിക്കാനായി ഉപയോഗിച്ച ഇരുമ്പ് പൈപ്പ് സംഭവ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. ഇവർ തമ്മിൽ ഇടയ്ക്കിടെ അടിപിടി ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. ഇതിന് മുൻപുണ്ടായ ഒരു ചെറിയ സംഭവത്തിലെ വൈരാഗ്യം മൂലമാണ് വീണ്ടും ഏറ്റുമുട്ടിയത്. ന്യൂസ് 18 കൊച്ചി. കോട്ടയം പാലായിൽ അപകടത്തെ തുടർന്ന് ലോറിക്കടിയിലകപ്പെട്ട സ്കൂട്ടറുമായി ടോറസ് ലോറി ഓടിയത് 8 കിലോമീറ്റർ. പാലാ ബൈപ്പാസിൽ കഴിഞ്ഞ രാത്രി 11:30-ക്കാണ് അപകടമുണ്ടായത്. വഴിയരികിൽ സ്കൂട്ടർ നിർത്തി സംസാരിച്ചു കൊണ്ടിരുന്ന മേവട സ്വദേശി അലൻ കുര്യൻ, നോബി എന്നിവരെ ഇടിച്ചിട്ട ശേഷമാണ് ടോറസ് ലോറി നിർത്താതെ പോയത്. അടൂർ സ്വദേശിയായ ലോറി ഡ്രൈവർ അച്യുതൻ ഒളിവിലാണ്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സംശയം. കഴിഞ്ഞ രാത്രി ഏതാണ്ട് 11:30യോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ 2 ചെറുപ്പക്കാരും പാലായിൽ
ഈ ബൈപ്പാസിൽ നിന്ന് വണ്ടി നിർത്തി സംസാരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഈ ടോറസ് ലോറി എത്തുകയും ഇവരെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തത്. ഇവർ റോഡിലേക്ക് വീഴുകയും ഗുരുതരമായി വാഹനം ഇടിച്ചുള്ള പരിക്കെല്ലാം ഗുരുതരമായി തന്നെയുണ്ട്. അതിനുശേഷം ഈ വാഹനം അവിടെ നിന്ന് നിർത്താതെ പോവുകയായിരുന്നു. മരങ്ങാട്ടുപള്ളി കോഴ റോഡിൽ കൂടി പോയ ഈ വണ്ടി മരങ്ങാട്ടുപള്ളിയിൽ വെച്ച് മറ്റൊരു പോസ്റ്റിലിടിച്ച് നിർത്തുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ ഇയാളെ ഈ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അടൂർ സ്വദേശിയായ അച്യുതനാണ് ഈ ഡ്രൈവർ എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ആലുവ തോട്ടക്കാട്ടുകരയുള്ള ഒരു കമ്പനിയുടെ ടോറസ് ലോറിയാണ് ഇത് എന്നും അറിയിച്ചിട്ടുണ്ട്. ഡ്രൈവർ മദ്യപിച്ചിരുന്നു, അതുകൊണ്ടാണ് ഈ സ്കൂട്ടർ ഇതിന്റെ അടിയിൽ കുടുങ്ങിയത് പോലും അറിയാതെ ഇരുന്നത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഒപ്പം തന്നെ ഇതിനെതിരെ ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കണ്ണൂർ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 6 വർഷമായി കുടുംബം നിയമ പോരാട്ടത്തിലാണ്. CPM പ്രതിക്കൂട്ടിലായ കേസിൽ പോലീസിൽ വിശ്വാസമില്ലെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. എന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഷുഹൈബിന്റെ മാതാപിതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. അതേസമയം കേസിന്റെ വിചാരണാ വേളയിൽ മറ്റാരുടെയെങ്കിലും പങ്ക് തെളിഞ്ഞാൽ നിയമപരമായ മാർഗം തേടാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഷുഹൈബിന്റെ മാതാപിതാക്കളായ CP മുഹമ്മദ്, SP റസിയ എന്നിവരാണ് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. സംഭവം നടന്ന് 5 വർഷം കഴിഞ്ഞുവെന്ന് ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കേസിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനാൽ CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല. അന്വേഷണം CBIക്ക് വിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് മാതാപിതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിലെ ചില പ്രതികൾക്ക് CPMുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് കേരള പോലീസ് അന്വേഷണം നടത്തിയില്ലെന്ന് ഷുഹൈബിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയവർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും അഭിഭാഷകർ വാദിച്ചു. തുടർന്നാണ് വിചാരണ വേളയിൽ മറ്റാരുടെയെങ്കിലും പങ്കാളിത്തം തെളിഞ്ഞാൽ നിയമപരമായ നടപടി സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടായിരിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലായതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും വിചാരണ ആരംഭിക്കാത്തതെന്ന് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചു. ന്യൂസ് 18 ഡൽഹി. ജ്വല്ലറി ഉടമകളുടെ ശ്രദ്ധയ്ക്ക് ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയെത്തി മോഷണം നടത്തുന്ന സംഘങ്ങൾ പലയിടത്തുമുണ്ട്. കാസർഗോഡ് കുമ്പളിയിലെ ജ്വല്ലറിയിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയെത്തിയ യുവതി 1 പവൻ തൂക്കമുള്ള കൈച്ചെയിനുമായി കടന്നുകളഞ്ഞു. കുമ്പള ടൗണിലെ പ്രമുഖ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. കുമ്പളയിലെ പ്രമുഖ ജ്വല്ലറിയിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവതി 1 പവൻ തൂക്കമുള്ള കൈച്ചെയിനുമായി കടക്കുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. ബുർഖ ധരിച്ചെത്തിയ യുവതി ജ്വല്ലറിയിലെ ആഭരണങ്ങൾ സമയമെടുത്ത് പരിശോധിച്ചു. 1 മണിക്കൂർ പരിശോധിച്ച ശേഷം ക്യാഷ് കൗണ്ടറിലെത്തിയ യുവതി ആവശ്യമുള്ള ആഭരണങ്ങൾ നോക്കിവെച്ചിട്ടുണ്ടെന്നും 2 ദിവസത്തിനകം വരാമെന്നും പറഞ്ഞ് പോയി. രാത്രി ജ്വല്ലറി അടയ്ക്കുന്നതിന് മുമ്പ് ആഭരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിലാണ് കൈച്ചെയിൻ നഷ്ടപ്പെട്ട കാര്യം വ്യക്തമായത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മോഷണം സ്ഥിരീകരിച്ചു. ബുർഖയിട്ടെത്തിയ യുവതി ആഭരണം പരിശോധിക്കുന്നതിനിടെ കൈച്ചെയിൻ വിദഗ്ധമായി കൈക്കലാക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിൽ ജ്വല്ലറി ഉടമ ഹമീദ് കുമ്പള പോലീസിൽ പരാതി നൽകി. കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. സമാന സംഭവങ്ങളിലെ പ്രതികളായ യുവതികളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം.
മോഷണം നടത്തിയ യുവതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചതായി സൂചനയുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. പോലീസ് പെട്രോളിന് പോകുന്നത് കാസർഗോഡ് ചെറുവത്തൂരിലേക്കാണ്. ചെറുവത്തൂരിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി 2 ബാങ്കുകളിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തൊരു സംഭവമുണ്ടായി. ആ കേസിൽ 2 പേർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. 3ാമത്തെ ബാങ്കിൽ കൂടി തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രതികൾ വലയിലായത്. പെട്ടിക്കുണ്ട് സ്വദേശി രാജേഷ്, കാക്കടവിലെ അഷ്റഫ് എന്നിവരാണ് മുക്കുപണ്ട തട്ടിപ്പിൽ പിടിയിലായത്. 80 ഗ്രാം മുക്കുപണ്ടം പണയപ്പെടുത്തി 4 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി ബാങ്കിന് വഞ്ചിച്ചെന്നാണ് കേസ്. ഇരുവരും ശനിയാഴ്ച തിമിരി സഹകരണ ബാങ്കിൽ 5 വളകൾ പണയപ്പെടുത്തി 2 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. രാജേഷാണ് ആഭരണങ്ങളുമായി ബാങ്കിലെത്തിയത്. പരിശോധനയിൽ മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇയാളെ തടഞ്ഞുവെച്ചു. തനിക്ക് സുഹൃത്തായ അഷ്റഫാണ് ആഭരണങ്ങൾ നൽകിയതെന്നാണ് രാജേഷ് ബാങ്ക് ജീവനക്കാരോട് പറഞ്ഞത്. തുടർന്ന് അഷ്റഫിനെയും ബാങ്കിലേക്ക് വിളിച്ചു വരുത്തുകയും പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയുമായിരുന്നു. കേസിലെ പ്രതി രാജേഷ് സമാന രീതിയിൽ കൂടുതൽ ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തിയതായാണ് സൂചന. രാജേഷിന്റെ പേരിൽ പോലീസ് 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. തിമിരി ബാങ്കിലെ പണയ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സമീപത്തെ 2 സഹകരണ ബാങ്കുകളിൽ നിന്നുകൂടി ഇയാൾക്കെതിരെ പോലീസിൽ പരാതി ലഭിക്കുകയായിരുന്നു. ചീമേനി സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ മാനേജർ, കൊടക്കാട് സഹകരണ ബാങ്ക് മാനേജർ എന്നിവരുടെ പരാതികളിലാണ് രാജേഷിന്റെ പേരിൽ ചീമേനി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ ബാങ്കുകളിലും 5 വീതം വളകളാണ് പണയപ്പെടുത്തിയത്. 4 ലക്ഷത്തോളം രൂപ ബാങ്കിനെ വഞ്ചിച്ച് കൈവശപ്പെടുത്തിയതായാണ് പരാതി. പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. ന്യൂസ് 18 പയ്യന്നൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിക്ക് ഇൻസ്റ്റഗ്രാം വഴി അശ്ലീല സന്ദേശം അയക്കുകയും വീട്ടിലെത്തി നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് പെരുമ്പള്ളി കാവുംപുറം സ്വദേശി മുഹമ്മദ് ഫാസിൽ. പാലക്കാട് യുവാവിനെ കബളിപ്പിച്ച് ഓൺലൈൻ വഴി പണം തട്ടിയ കേസിൽ അക്കൗണ്ട് ഉടമയുടെ മൊഴിയെടുത്ത് പോലീസ്. 2.12 ലക്ഷം രൂപയാണ് ഉടമയറിയാതെ അക്കൗണ്ടിൽ നിന്ന് തട്ടിയെടുത്തത്. പാലക്കാട് മുതുതലയിൽ അനധികൃത ലോട്ടറി ചൂതാട്ടം പിടികൂടി പട്ടാമ്പി പോലീസ്. സംഭവത്തിൽ പള്ളിപ്പുറം സ്വദേശി വിജിൽ കുമാർ അറസ്റ്റിൽ. കിഴക്കൻ ഡൽഹിയിൽ 16-കാരനെ സുഹൃത്തുക്കൾ കുത്തിക്കൊന്നു. പുതിയ ഫോൺ വാങ്ങിയതിന് പാർട്ടി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ നിഷേധിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ബംഗളൂരു പാർപ്പിട സമുച്ചയത്തിലെ കുടുംബാംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പൂക്കളം അലങ്കോലപ്പെടുത്തിയ ദൃശ്യങ്ങൾ മലയാളികളെ വല്ലാതെ വേദനിപ്പിച്ചതാണ്. മലയാളി യുവതിയുടെ ധിക്കാരപരമായ നടപടി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. സംഭവത്തിൽ പത്തനംതിട്ട സ്വദേശിനി സിമി നായർക്കെതിരെ സാമ്പുകേഹള്ളി പോലീസ് കേസെടുത്തു. അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ, ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിമി നായർക്കെതിരെ കേസ്. ആ പൂക്കളത്തിന് മുകളിൽ കയറി തോന്നിയാസം കാണിച്ച യുവതി നമ്മുടെ സംസ്കാരത്തെയും വികാരത്തെയും വ്രണപ്പെടുത്തുക മാത്രമല്ല, മലയാളികൾ ഒന്നടങ്കം അപമാനിക്കുകയാണ് ചെയ്തത്. ഇതുപോലുള്ള നടപടി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാൻ കർശന നടപടി തന്നെ പോലീസ് സ്വീകരിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.